ടു പ്രഗ്നൻസി ടിപ്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയോ ഈ ബേബി വാക്കർ എന്ന് പറയുന്നത് ചില രാജ്യങ്ങളൊക്കെ ബാൻ ചെയ്തിട്ടുള്ള ഒന്നാണെന്നുള്ളത്? മിക്ക അമ്മമാരും ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് ബേബി വാക്കർ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ബേബി വാക്കർ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണോ? കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നു തുടങ്ങാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ടോ? അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം അത് ദോഷമാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കുഞ്ഞുങ്ങൾ വാക്കറിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്? സാധാരണ ഒരു കുഞ്ഞ് തറയിൽ ചവിട്ടി നടത്തം പഠിക്കുന്നത് പോലെയാണോ ആ കുഞ്ഞ് വാക്കറിൽ നടത്തം പഠിക്കുന്നത്? വാക്കറിൽ നടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ കാൽപാദം ഫുള്ളായിട്ട് ഒരിക്കലും തറയിൽ ചവിട്ടുന്നില്ല. കുഞ്ഞ് 2 വിരലിലോ അല്ലെങ്കിൽ 1 വിരലിലോ ആണ് വാക്കർ തള്ളി നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു കുഞ്ഞ് അങ്ങനെ നടന്ന് ശീലിച്ച് വന്ന് പിന്നെ വീണ്ടും കുഞ്ഞ് നേരെ നടക്കാൻ പഠിക്കുമ്പോഴത്തേനും ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാക്കറിൽ നടക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ സ്പീഡിലായിരിക്കും നടക്കുന്നുണ്ടാവുക. അവർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെച്ചിട്ടല്ല നടക്കുക. സാധാരണ കുഞ്ഞുങ്ങൾ നടന്ന് തുടങ്ങുമ്പോൾ പിടിച്ച് നടക്കുകയാണെങ്കിലും പിടിക്കാണ്ട് നടക്കുകയാണെങ്കിലും ഓരോ നമ്മൾ തന്നെ പറയും പിച്ച നടക്കുക എന്നല്ലേ, അതുപോലെ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ടാണ് നടത്തം പഠിക്കുന്നത്. എന്നാൽ വാക്കറിലാണെങ്കിലോ ഈ കുഞ്ഞ് തള്ളവിരലിലും ചുണ്ടുവിരലിലും, അതായത് 2 വിരലിലും മാത്രം സ്പീഡിൽ ആ വാക്കറിൻ്റെ സ്പീഡിൽ അങ്ങ് ഓടുകയാണ് ചെയ്യുന്നത്. ഈ വാക്കർ നീങ്ങണതിൻ്റെ അതേ സ്പീഡിൽ കുഞ്ഞ് നീങ്ങി തുടങ്ങുന്നുണ്ട്. എന്നാൽ ഈ വാക്കറാണ് അവിടെ നടക്കുന്നത്, ഒരിക്കലും കുഞ്ഞല്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നടക്കാൻ പഠിക്കുകയല്ല ഈ വാക്കറിൽ ചെയ്യുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ കുട്ടികൾ ഒരു 10 മാസമൊക്കെ ആകുമ്പോഴാണ് പിടിച്ചു നിൽക്കാനും പതുക്കെ നടന്നു തുടങ്ങാനും ശ്രമിക്കുന്നത്. എന്നാൽ 1 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് കുഞ്ഞുങ്ങൾ ഏകദേശം നടക്കാനൊക്കെ തുടങ്ങുന്നതാണ്. എന്നാൽ അതിൻ്റെ മുന്നേ തന്നെ നടക്കുന്നവരും ഉണ്ട്, ശേഷം നടക്കുന്നവരും ഉണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. 1-2 മാസമൊക്കെ മുന്നോട്ടും പുറകോട്ടും പോകുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, അതൊക്കെ സ്വാഭാവിക കാര്യമാണ്. എന്നാൽ ഈ 10 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ പതുക്കെ എണീറ്റ് നിന്ന് പിടിച്ച് നടക്കാനും പിടിച്ച് നിൽക്കാനൊക്കെ തുടങ്ങുമ്പോൾ അവർക്ക് മസിൽസ് നന്നായി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് കുഞ്ഞുങ്ങൾ ഓരോ കാലെടുത്ത് വെക്കുമ്പോൾ അവർ ബാക്കിലെ മസിൽസ്, അതുപോലെ തുടയിലെ മസിൽസ്, കൈൻ്റെ ഒക്കെ മസിൽസൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രഷർ അവർക്ക് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ വാക്കറിൽ നടന്നു തുടങ്ങുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ഒരിക്കലും ഇതൊന്നും നടക്കുന്നില്ല. അവർ വാക്കറിൽ ഇരിക്കുന്നു, ആ വാക്കർ പോകുന്നതിനനുസരിച്ച് അവരങ്ങ് നീങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചറാണ് ഈ വാക്കർ എന്ന് പറയുന്നത്. അതായത് കുഞ്ഞുങ്ങൾ ഇതിൽ സ്പീഡിൽ നടക്കുമ്പോൾ മറിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതലാണ്, അതുപോലെ ചുമരിലൊക്കെ പോയി ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചില കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ മറിഞ്ഞു വീണിട്ട് വാക്കർ പിന്നെ ഉപയോഗിക്കാണ്ട് എടുത്ത് വെക്കുന്ന സ്ഥിതിയിലും എത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡേഞ്ചർ സിറ്റുവേഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് മറിയാണ്ടിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ സ്വയം നടക്കാൻ പഠിക്കാനാണല്ലോ നമ്മൾ ഈ വാക്കർ കൊടുക്കുന്നത്. അപ്പോൾ ഈ വാക്കറിൽ കുഞ്ഞുങ്ങൾ നടക്കുക അല്ല ഓടുകയാണ് ചെയ്യുന്നത്. അത് സ്പീഡിൽ നീങ്ങുന്നതിനനുസരിച്ച് ഇപ്പോൾ കൂടെയുള്ള അമ്മമാരാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും അത് കുഞ്ഞിൻ്റെ പിന്നാലെ ഓടി പിടിക്കുക അല്ലെങ്കിൽ മറിഞ്ഞു വീഴുമ്പോൾ ഒപ്പം തന്നെ പിടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പറയുകയാണത് സ്പീഡിൻ്റെ കാര്യമാണ്. കുഞ്ഞുങ്ങൾ ഒരിക്കലും വാക്കറിൽ നടക്കുമ്പോൾ പതിയെ നടന്നു തുടങ്ങാനല്ല ശ്രമിക്കുന്നത്, സ്പീഡിൽ ഓടി തുടങ്ങുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പീഡിൽ നീങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നടത്തത്തിൻ്റെ സ്പീഡ് റെഡിയാവാനും നമ്മൾ സാധാ രീതിയിൽ നടന്നു തുടങ്ങുകയാണ് ചെയ്യേണ്ടത്, ഒരിക്കലും വാക്കറിൽ നടത്തി തുടങ്ങരുത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാക്കറിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ കാലിൻ്റെ പൊസിഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. 2 കാലും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടല്ല കുഞ്ഞുങ്ങൾ ഒരിക്കലും നടക്കുന്നത്. കുഞ്ഞുങ്ങൾ അതിൽ ചെറുതായിട്ട് ആ മുട്ടിൻ്റെ ഭാഗം കുറച്ച് വളച്ച് വെച്ചിട്ടാണ്, അതായത് ആ ഗ്യാപ്പിൽ കാലിൻ്റെ 2 ഗ്യാപ്പിലും വാക്കറിൻ്റെ അത് വരുന്നതുകൊണ്ട്, സീറ്റ് വരുന്നതുകൊണ്ട് തന്നെ 2 കാലും ഗ്യാപ്പിൽ വെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ നടന്നു തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ഇതും കുഞ്ഞിൻ്റെ കാലിൻ്റെ ആ ഷേപ്പിന് ദോഷമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ വാക്കറിൽ നടക്കുന്ന ഒരു കുഞ്ഞ് സാധാരണ നടന്നു തുടങ്ങുന്ന ഒരു കുഞ്ഞിനേക്കാൾ നടത്തം പഠിക്കാൻ അല്ലെങ്കിൽ നടത്തം തുടങ്ങാൻ വളരെ ലേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. വാക്കറിൽ നടന്ന് ശീലിച്ച ഒരു കുഞ്ഞ് പുറത്ത് നടക്കുമ്പോൾ അവർ ആദ്യം മുതൽ വീണ്ടും പഠിച്ചു തുടങ്ങേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിങ് അതിനെടുക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങൾ ആലോചിച്ചിട്ട് ഇതൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഉൾക്കൊള്ളാം. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും സേഫായിട്ട് തന്നെ നടന്നു തുടങ്ങട്ടെ. ബേബി വാക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ പേരൻസും ഒന്നും കൂടെ ചിന്തിക്കുക. വാക്കർ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ അമ്മമാർക്കായിട്ട് ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്